ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റാത്തതാണേ, വെയിറ്റ് ചെയ്യണേ. Good afternoon to all. PDF കാണാമോ? കാണാമോ? കുറെ ദിവസം ഫയൽ കണ്ടിട്ട് ഞാനൊരു എക്സാമിന് പോയതാണോ? പേജ് നമ്പർ നിങ്ങളുടെ ഒരു വ്യത്യാസം ഉണ്ടോ? എക്സാം പാടായിരുന്നോ? കോഡിഫിക്കേഷൻ കേട്ടോ, പഠിപ്പ് കഴിഞ്ഞതാ. HSC എക്സാം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം, അതിന് പോയതാ. $116 PDF നിങ്ങളുടെ എത്രയും നോക്കട്ടോ. കോഡിഫിക്കേഷൻ ഹെഡിങ് നോക്കിയെടുക്കാം, മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ആ 99 ആണ് കേട്ടോ പേജ്. Okay, എന്താണ് കോഡിഫിക്കേഷൻ? Codification is the process of representing all item by a number or alphabet, the digit of its which shows the group, the subgroup, the type and magnitude of the item. നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും കോഡ് കൊടുക്കാറുണ്ട് അല്ലെ? എന്തിനു വേണ്ടിയാണ് ഈ കോഡ് കൊടുക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് കോഡ് കൊടുക്കുന്നത്. എന്തിനാ? അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ? അതായത് കോഡ് കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കൊടുക്കും? അതിന് ആൽഫബറ്റ്സ് കൊടുക്കും, നമ്പർ കൊടുക്കും, മറ്റെന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഗ്രൂപ്പ് വൈസ് ഇൻഡിവിജ്വൽ വൈസ് ഒക്കെ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ കോഡ് കൊടുക്കുന്നത് അല്ലെ? നമുക്കത് നോക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കോഡ് കൊടുക്കും അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റൽസിലെ മെറ്റീരിയൽസിന് എങ്ങനെയാണ് കോഡ്സ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കോഡിഫിക്കേഷൻസ് കൊടുക്കുന്നത് എന്നാണ് നമ്മളതിന് പഠിക്കുന്നത്. ഓക്കെ ഓക്കെ അതിന്റെ ടൈപ്പ് ഏതാണ്, മാഗ്നിറ്റ്യൂഡ് ഏതാണ്? മാഗ്നിറ്റ്യൂഡ് അറിയാലോ, വ്യാപ്തി എത്രത്തോളം വ്യാപ്തിയിൽ അത് സൂക്ഷിച്ചിട്ടുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കോഡ്സുകൾ കൊടുക്കുന്നത്. അപ്പോ കോഡിഫിക്കേഷൻ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട്, ആൽഫബറ്റിക്കൽ സിസ്റ്റം ഉണ്ട്, ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം ഉണ്ട്, ഡെസിമൽ ഉണ്ട്, കൊഡാക് സിസ്റ്റം ഉണ്ട്, ബ്രിഷ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഒരു പ്രൊഡക്റ്റിന്റെ പേരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനെ ഉടനടി തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോഡ് കൊടുക്കുന്നത് അല്ലെ? അതിലിപ്പോ ഫസ്റ്റ് വൺ എന്താണ്? ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ. ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ എന്താണ്? ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് providing numbers to understand the group in a store എന്നാണ്. store example 0 to 99 എന്ന് പറയുന്നത് എന്താണ്? സർജിക്കൽ ഐറ്റംസ്. 0 മുതൽ 99 വരെയുള്ള ഗ്രൂപ്പിൽ വരുന്നത് എന്ത് ഐറ്റംസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാം? സർജിക്കൽ ഐറ്റംസ് മാത്രമാണ് കേട്ടോ. അപ്പൊ നമ്പേഴ്സ് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഐറ്റത്തിനെ
കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോ ഗ്രൂപ്പ് ഓഫ് സ്റ്റോൺ providing numbers to understand the group in a store. അത് എങ്ങനെയാണ് വരുന്നത്? 0 to 99, അതേപോലെ തന്നെ 0 to 88 എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പല കോഡുകളും വരും. ഇപ്പൊ 0 to 99 എന്ന് പറയുന്നത് എന്താണ് അതിൽ ഉൾപ്പെടുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്? ഏത് ഐറ്റംസ് ആണ്? ഏത് ഐറ്റം ആണ്? സർജിക്കൽ ഐറ്റംസ് ആണ് കേട്ടോ. സർജിക്കൽ ഐറ്റംസ് ആണ് 0 to 99 വരുന്നത്. ഓക്കെ, ക്ലിയർ? ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ എന്ന നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടുകൊണ്ടാണ് നമ്മൾ ആ ഐറ്റംസിനെ തിരിച്ചറിയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്തത് എന്താണ്? ആൽഫബറ്റിക്കൽ കോഡിഫിക്കേഷൻ എന്താണ്? നമുക്കറിയാം അല്ലെ, ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് അല്ലെ. ആൽഫബറ്റ്സ് ആർ യൂസ്ഡ് ടു കോഡിഫൈ ദ മെറ്റീരിയൽസ്. ഫസ്റ്റ് 3 letters used. For example, SU for the word surgical. ഇവിടെ ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയൽസിനെ തിരിച്ചറിയുന്നത്. അതായത് ആദ്യത്തെ 3 letters ഉപയോഗിക്കും. ആദ്യത്തെ 3 letters എന്ന് പറയുമ്പോൾ ഇവിടെ 6 കൊടുത്തിട്ടില്ല കേട്ടോ. SUR എന്ന് വരെ എക്സാമ്പിൾ നോക്കിയേ. അപ്പൊ സർജിക്കൽ ഐറ്റംസ് ആണെങ്കിൽ എന്താണ്? SUR എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് ഐറ്റംസ് ആണ്? സർജിക്കൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ആ ആൽഫബറ്റിക്കൽ കോഡിൽ വരുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് 3 ലെറ്റേഴ്സിലായിരിക്കുള്ള ആൽഫബറ്റിക്കൽ കോഡുകൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അത് ഏത് തരം മെറ്റീരിയൽസ് ആണെങ്കിൽ എന്താണ്? ആദ്യത്തെ 3 അക്ഷരമായിരിക്കും ആദ്യം വരുന്നത്. SUR എന്ന് പറയുന്നത് എന്താണ്? സർജിക്കലിന്റെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ആൽഫബറ്റിക്കൽ കോഡാണ്. ഓക്കെ, യെസ്. Then next alphanumerical system. Alphanumerical system എന്താണ്? alphanumerical system എന്ന് പറയുന്നത് it's a combination of alphabetical and numerical systems. Use alphabets to show main groups and numbers for subgroups, so vice versa. Okay, alphanumerical system എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൽഫ കോമ്പിനേഷൻ ആണ് അല്ലെ. എന്തിന്റെയൊക്കെ കോമ്പിനേഷൻസ് ആണ് ഇവിടെ വരുന്നത്? ആൽഫബറ്റിക്സിന്റെ ന്യൂമറിക്കൽ സിസ്റ്റത്തിന്റെ കോമ്പിനേഷൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ വരുന്നത്, ആൽഫാ ന്യൂമറിക്കൽ സിസ്റ്റത്തിൽ വരുന്നത്. അപ്പൊ യൂസ് ആൽഫബറ്റ് ടു ഷോ മെയിൻ ഗ്രൂപ്പ്. അപ്പൊ ആൽഫബറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും മെയിൻ ഗ്രൂപ്പിലുള്ള മെറ്റീരിയൽസ് ഐഡന്റിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് സബ് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിലുള്ള മെറ്റീരിയൽസ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂമറിക്കൽ സിസ്റ്റം കോഡ്സുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ആൽഫാ ന്യൂമറിക്കൽ സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പൊ ആൽഫാ ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും കോമ്പിനേഷൻസ് ആണ്. ആൽഫബറ്റിക്കലിന്റെയും ന്യൂമറിക്കൽ സിസ്റ്റത്തിന്റെയും കോമ്പിനേഷൻ ആയിട്ടുള്ള കോഡാണത്. ഓക്കെ, ഹലോ. അടുത്തതാണ് ഡെസിമൽ സിസ്റ്റം. ഡെസിമൽ എന്താണ്? ഡെസിമൽ ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് ഡെസിമൽ ടു റെപ്രസെന്റ് ഐറ്റം. നമ്മള് പോയിന്റ് ഇട്ട് മനസ്സിലാക്കുക അല്ലെ. പോയിന്റ് എക്സാമ്പിൾ എന്താണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ 50.1432 എന്ന് പറയുന്നത് എന്താണ്? ഡെസിമൽ സിസ്റ്റത്തിന്റെ കോഡാണ്. അതായത് നമ്മൾ പോയിന്റ് ഇട്ടിട്ടാണ് ആ കോഡ് മെറ്റീരിയൽസിനെ തിരിച്ചറിയുന്നത്. പേജ് നമ്പർ എത്രയായിരുന്നു? PDF വേറെയാണ് 100, പേജ് നമ്പർ 100 കേട്ടോ. എന്താണോ വൈകി കയറുന്നത്? ഓക്കെ, ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത് യൂസ് ഓഫ് ഡെസിമൽ ടു റെപ്രസെന്റ് ഐറ്റം. എക്സാമ്പിൾ ഒന്ന് നോക്കിയൊക്കെ അല്ലെ, പോയിന്റ് ഇട്ട് എടുക്കുക എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കൊഡാക് സിസ്റ്റം. അടുത്ത എന്താണ്? അടുത്ത കോഡിഫിക്കേഷൻ സിസ്റ്റം എന്താണ്? കൊഡാക് സിസ്റ്റം. കൊഡാക് എന്ന് പറയുന്നത് എന്താ? യൂസിങ് 10 digits to represent an item. This is better to use in surgical department. Using 10 digits. അല്ലെ, ഇവിടെ എങ്ങനെയാണ് കൊഡാക് സിസ്റ്റം എന്ന് പറയുന്നത്? എന്താ? ഒരു ഐറ്റത്തില് 10 ഡിജിറ്റ്സ് റെപ്രസെന്റ് ചെയ്തിട്ടായിരിക്കുള്ളൂ കൊഡാക് സിസ്റ്റത്തിൽ ആ മെറ്റീരിയൽസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതായത് ഒരു ഐറ്റത്തിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് 10 ഡിജിറ്റ്സ് ഉണ്ടാവും. ഓക്കെ സോമ്യ, ഓക്കെ, 10 ഡിജിറ്റ്സ് യൂസ് ചെയ്യുന്നതാണ് എന്ത്? കൊഡാക് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? കൊഡാക് സിസ്റ്റം എന്ന് പറയുന്നത് യൂസിങ് 10 digits to represent an item. ഓക്കെ, ഇനി ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എവിടെയാണ്? ദിസ് ഇസ് ബെറ്റർ ടു യൂസ് ഇൻ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിലാണ്. സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിലാണ് നമ്മൾ ഏറ്റവും കൂടുതലും ഈ കൊഡാക് സിസ്റ്റം വെച്ചിട്ട് മെറ്റീരിയൽസുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് എന്ത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലെ, പുതിയതായിരിക്കും. ബ്രഷ് സിസ്റ്റം. ബ്രഷ്
ബ്രിഡ്ജ് സിസ്റ്റം എന്താണ്? നമ്മളെ കൊഡാക് സിസ്റ്റത്തിൽ 10 ഡിജിറ്റ്സ് വരണം. ഇവിടെ ബ്രിഡ്ജ് സിസ്റ്റത്തിൽ എത്ര ഡിജിറ്റ്സ് ആണ് വരുന്നത്? യൂസിങ് 7 digits to represent a specific item. It is based on numerical system. ഇവിടെ എങ്ങനെയാണ് ബ്രിഡ്ജ് സിസ്റ്റത്തിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? 7 ഡിജിറ്റ്സ് ആയിരിക്കുള്ളൂ ബ്രിഡ്ജ് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പൊ അത് ന്യൂമറിക്കൽ സിസ്റ്റം ആയിട്ട് ബേസ്ഡ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെ 7 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എണ്ണി നോക്കിയേ. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 1.020000. 7 ഡിജിറ്റ് എന്താ നോക്കി? 1 2 3 4 5 6 7 അല്ലേ? ഓക്കെ. അപ്പൊ ഈ കോഡ് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? 1020000 എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? മെഡിക്കൽ എക്യുപ്മെന്റ്സിനെയാണ് കേട്ടോ. മെഡിക്കൽ എക്യുപ്മെന്റ്സിനെ സൂചിപ്പിക്കുന്ന കോഡാണ് എന്ത്? 102 തുടങ്ങി 0000. ഓക്കെ. 7 ഡിജിറ്റ്സ് കാണുമ്പോൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത്? ബ്രിഡ്ജ് സിസ്റ്റത്തിലുള്ള കോഡുകളാണ്, അതിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സുകളാണെന്ന് മനസ്സിലാക്കുക. 10 ഡിജിറ്റ്സ് ആണെങ്കിൽ അത് കൊഡാക് സിസ്റ്റം ആണ്, അത് സർജിക്കൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസിലാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ. ഇനി ഇവിടെ ഈ ബ്രിഡ്ജ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലഡ് ഗ്യാസ് അനലൈസറിന്റെ കോഡ് ഏതാണ്? 102 തുടങ്ങി 100. പിന്നെ മോഡൽ BGA3 എന്ന് പറയുന്നത് എന്താണ്? ഇത് റേഡിയന്റ് ട്രയോ സിമ്പിൾസ് ആണ്, നമ്മൾ പഠിക്കാനൊന്നുമില്ല കേട്ടോ. എക്സാമ്പിൾസ് വെറുതെ കൊടുത്തിരിക്കുന്നുള്ളൂ. പിന്നെ ബോയിലേഴ്സ് അപ്പറാറ്റസ് പെയിന്റഡ് മോഡൽ അനസ്തെറ്റിക് മെഷീൻസുമായി ബന്ധപ്പെട്ടതൊക്കെ ഉൾപ്പെടുന്നത് 1020000 എന്ന ബ്രിഡ്ജ് സിസ്റ്റം കോഡിലാണ്. ഓക്കെ. നിങ്ങൾ മെഡിക്കൽ എക്യുപ്മെന്റിന്റെ മാത്രം എക്സാമ്പിൾ പഠിക്കാം. മെഡിക്കൽ എക്യുപ്മെന്റിന്റെ എക്സാമ്പിൾ, അതിന്റെ കോഡ് ഏതാണ്? 1.020000 മെഡിക്കൽ എക്യുപ്മെന്റ്. ഓക്കെ. കോഡിഫിക്കേഷൻസിന് 6 സിസ്റ്റംസ് ആണ് ഉള്ളത്. ഒന്ന് ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻ സിസ്റ്റത്തില് നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അല്ലെ. ഇപ്പോൾ 0 to 99 എന്ന് പറയുന്നത് ഏതൊക്കെ ഐറ്റംസ് ആണ്? സർജിക്കൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിൽ വരുന്ന ന്യൂമറിക്കൽ കോഡിഫിക്കേഷൻസില്. 0 to 99 എന്ന് പറയുന്ന സർജിക്കൽ ഐറ്റംസ്. Alphabetically, though, alphabets are used to codify the materials. First, the 3 letters used for alphabetic എന്ന് പറയുമ്പോൾ നമ്മള് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 ലെറ്റേഴ്സ് ആണ് ആദ്യം റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. അതായത് ഇപ്പൊ വേർഡ് സർജിക്കൽ ആണെങ്കിൽ അതിന്റെ ആദ്യത്തെ 3 ലെറ്റർ എന്ന് പറയുന്നത് ഏതാണ്? SUR, സർ എന്ന് സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? സർജിക്കൽ ആയിട്ടുള്ള ഐറ്റംസിനെയാണ്. ഓക്കെ. ആൽഫ ന്യൂമറിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ സിസ്റ്റത്തിന്റെ കോമ്പിനേഷൻ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മെയിൻ ഗ്രൂപ്പ്സുകൾ, നമ്പേഴ്സ് ഓഫ് സബ് ഗ്രൂപ്പ്സുകളൊക്കെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ്സ് ഗ്രൂപ്പുകളൊക്കെ കണ്ടെത്തുന്നത്. ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത് പോയിന്റ് ഇട്ട് മെറ്റീരിയൽസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന കോഡാണ് എന്താ? ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ കൊഡാക് സിസ്റ്റം എന്ന് പറയുമ്പോൾ 10 ഡിജിറ്റ്സ് ഒരു ഐറ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് 10 ഡിജിറ്റ്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ബ്രിഡ്ജ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? 7 ഡിജിറ്റ് നമ്പർ ഉണ്ടായിരിക്കും. സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്താ? 7 ഡിജിറ്റ് ബ്രിഡ്ജ് സിസ്റ്റം എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ന്യൂമറിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ് അതിൽ 7 ഡിജിറ്റ്സുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ. കോഡൊന്ന് മനസ്സിലായോ? 6 എണ്ണോ? ക്ലിയർ? അടുത്തത് പഠിക്കുന്നോട്ടോ. ഇത് കോഡ് 6 എണ്ണോ പഠിക്കാനുള്ളതാണ്. എക്സാമ്പിൾസിൽ ആ ഒരെണ്ണം മാത്രം പഠിക്കാം. നെക്സ്റ്റ് നമ്മള് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ ആണ്. അപ്പൊ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് വരുന്ന ഇൻവെന്ററി കൺട്രോളിന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. അതിന് നമ്മൾ വർഗീകരിച്ചിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെയാണെന്നാണ് വരുന്നത്. അത് വർഗീകരിച്ചിട്ടുണ്ട്. ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിന്റെ യൂസസിന്, അതിന്റെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ മെറ്റീരിയൽസിനെ തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ. യെസ്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന കുറച്ച് ലെറ്റേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെയും നമ്മൾ ഓരോ ഇൻവെന്ററി കൺട്രോൾ അനുസരിച്ച് മെറ്റീരിയൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ നോംസ് ഫോർ ക്ലാസിഫിക്കേഷൻ യൂസസ്. ഓക്കെ. ABC annual value to control the alphabetical approach, conception of purchase, storing, or always vector control. Item concern and issue of material is the normal course of business. So ABC annual value to control എന്ന് പറയുന്നത് എന്താണ്? Page number 100.
ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ, പെട്ടെന്നൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല. ABC ആനുവൽ വാല്യൂ കൺട്രോൾ എന്ന് പറയുന്ന എങ്ങനത്തെ ഐറ്റംസ് ആണ് അതിൽ വരുന്നത്? അതായത് നമ്മളുടെ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് നമ്മൾ സ്റ്റോക്കുകൾ സ്റ്റോർ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ആ സ്റ്റോക്കുകളിലും സ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയന്ത്രണങ്ങൾ നടത്താറുണ്ട്. സ്റ്റോറിങ്ങുമായി ബന്ധപ്പെട്ട കൺട്രോൾസ് കൊടുക്കാറുണ്ട് അല്ലെ. ചില ഐറ്റംസുമായി ബന്ധപ്പെട്ട് ചില ഐറ്റംസിന് കുറച്ച് കൺസേൺ കൊടുക്കേണ്ട ഐറ്റംസ് ഉണ്ടാവും. ചില ഐറ്റംസിന് എന്താണ് നമ്മള് കുറച്ച് നിയന്ത്രണം കൊടുക്കേണ്ടതുണ്ടാവും. ചില ഐറ്റംസ് എന്താണ് നോർമൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളതാണ് ഇതിൽ വരുന്നത് ABC ആനുവൽ വാല്യൂ അല്ലെങ്കിൽ ABC ക്ലാസിഫിക്കേഷൻസിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ABC ക്ലാസിഫിക്കേഷൻസിൽ ഉൾപ്പെടുന്നത് എങ്ങനെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മൾ കുറച്ച് നിയന്ത്രിക്കേണ്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കും, കുറച്ച് കൺസേൺ കൊടുക്കേണ്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരിക്കും, നോർമൽ ആയിട്ട് കൊടുക്കേണ്ട ഉൽപ്പന്നങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്, മെറ്റീരിയൽസ് ആണ് എന്തിൽ വരുന്നത്, ABC ആനുവൽ വാല്യൂസിൽ വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് VED. VED എന്താ സൂചിപ്പിക്കുന്നു? VED vital, essential and desirable. Critical nature of the particular item used to determine the stock levels. എന്താണ് VED എന്ന് സൂചിപ്പിക്കുന്നത്? VED അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട്, വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? എസെൻഷ്യൽ അനിവാര്യമായിട്ടുള്ളത്. ഡിസൈറബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭികാമ്യമായിട്ടുള്ള. അപ്പൊ വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ പ്രധാനവും അനിവാര്യവും അതേപോലെ തന്നെ എന്താണ് അഭികാമ്യവുമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് എന്ത് ക്ലാസിഫിക്കേഷൻസിൽ വന്നത്? VED വരുന്നത് അല്ലെ. അപ്പൊ വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ ആണ് എന്ത്? VED എന്ന് പറയുന്നത്. അതായത് എങ്ങനെയുള്ള മെറ്റീരിയൽസുകളാണ്? ക്രിട്ടിക്കൽ നേച്ചർ ഓഫ് ദി പെർട്ടിക്കുലർ ഐറ്റം യൂസ്ഡ് ടു ഡിറ്റർമിൻ ദി സ്റ്റോക്ക് ലെവൽസ്. എങ്ങനെയുള്ള മെറ്റീരിയൽസ് ആയിരിക്കാം? അതായത് ഒരു ഐറ്റത്തിന്റെ നിർണായക സ്വഭാവത്തെ നമ്മൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അതുവഴി സ്റ്റോക്ക് ലെവൽ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കൃത്യമായിട്ട് സാധിക്കും. ഇവിടെ ഒരു പെർട്ടിക്കുലർ ഐറ്റത്തിന്റെ സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അതിന്റെ എസെൻഷ്യൽ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇതിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ആ പെർട്ടിക്കുലർ ഐറ്റത്തിന്റെ എന്താണ് യൂസ് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഐറ്റംസ് അല്ല എന്തിൽ വരുന്നത്? വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ ഉള്ള മെറ്റീരിയൽസിൽ വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നിർണായക സ്വഭാവങ്ങളുള്ള മെറ്റീരിയലുകളാണ് എന്തിലുള്ളത്? VED എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, നമ്മൾ ഇതിനെങ്ങനെ തിരഞ്ഞെടുക്കും? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളായിരിക്കും എന്തിൽ ഉൾപ്പെടുന്നത്? ഈ VED ക്ലാസിഫിക്കേഷൻസിൽ വരുന്ന മെറ്റീരിയൽസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ V എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? വൈറ്റൽ, E ഫോർ എസെൻഷ്യൽ ആൻഡ് D ഫോർ ഡിസൈറബിൾ. ഓക്കെ, then HML. HML, high, medium and low. Unit price of the material to control purchase. HML എന്താണ്? HML. High means high cost, medium cost, low cost. നമ്മളങ്ങനെ പറയാറില്ലേ? ഏറ്റവും വില കൂടിയത്, കുറച്ച് വില മീഡിയത്തിലുള്ളത്, ഏറ്റവും വില കുറഞ്ഞത്, അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ പറയാറില്ലേ? അതാണ് എന്താ HML എന്ന് പറയുന്നത്. അതായത് ഹൈ കോസ്റ്റ് ഉള്ളത്, മീഡിയം കോസ്റ്റ് ഉള്ളത്, ലോ കോസ്റ്റ് ഉള്ളത്. യൂണിറ്റ് പ്രൈസ് ഓഫ് ദ മെറ്റീരിയൽ ടു കൺട്രോൾ പ്രൈസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ ഈ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എങ്ങനെയാണ്? ഒരു വസ്തുവിന്റെ വില അടിസ്ഥാനത്തിൽ. അപ്പൊ ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് Hലായിരിക്കും ഉണ്ടായിരിക്കുക, മീഡിയം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് എന്താണ് Nലായിരിക്കും, ലോ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് Lലായിരിക്കും സൂചിപ്പിക്കുന്നത്. ഓക്കെ, യെസ്. അത് നോക്കി നമുക്ക് കൃത്യമായിട്ട് ഇൻവെന്ററീസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹൈ ക്വാളിറ്റി ഉള്ളത് തീർന്നു പോയി കഴിഞ്ഞാലും ഹൈ ക്വാളിറ്റിയിൽ എത്രത്തോളം ഇൻവെന്ററി ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. മീഡിയം ക്വാളിറ്റിയിൽ എത്ര പ്രൊഡക്ട്സ് ബാക്കിയുണ്ട്, എത്രത്തോളം സ്റ്റോർ ഉണ്ടെന്നൊക്കെ, ലോ കോസ്റ്റുള്ള എത്ര മെറ്റീരിയൽസ് ഇനിയും സ്റ്റോർ ഉണ്ടെങ്കിൽ വാങ്ങിക്കാനുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഇതനുസരിച്ച് അറിയാൻ പറ്റും. ഈ HML, VED എന്നുള്ള ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇൻവെന്ററിനെ
ഓക്കെ, മനസ്സിലായോ? യെസ്, HML എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തുവിന്റെ, ഒരു മെറ്റീരിയലിന്റെ ആ വസ്തുവിന്റെ വില അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്താ? ഹൈ, മീഡിയം, ലോ എന്ന വിലയുടെ അടിസ്ഥാനത്തിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ എന്താണ്? വൈറ്റൽ എസൻഷ്യൽ, ഏറ്റവും അഭികാമ്യവും ഏറ്റവും ശ്രദ്ധേയവുമായിട്ടുള്ള മെറ്റീരിയൽസുകളാണ് എന്തിൽ വരുന്നത്? BED മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ABC ആനുവൽ വാല്യൂസിൽ വരുന്ന എങ്ങനെയുള്ള ഐറ്റംസ് ആണ്? ABCയിൽ വരുന്നത് ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കേണ്ടതും ഏറ്റവും കൺസേൺ ചെയ്യേണ്ടതും അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ABC കാറ്റഗറിയിൽ വരുന്നത്. ഇനി XYZ വരുന്ന ക്ലാസിഫിക്കേഷൻ എന്താണ്? ഡിപ്പെൻഡ് on to review the inventory value inventors and of items stored their users at scheduled intervals. What is XYZ? XYZ എന്തിനെ സൂചിപ്പിക്കുന്നു? ഇവിടെ നമ്മള് സ്റ്റോക്കില് മൂല്യമുള്ള വസ്തുക്കളുടെ, അതായത് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകുന്ന വസ്തുക്കള്. ഇപ്പൊ നമ്മുടെ കൊറോണ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ മെറ്റീരിയൽസ് പോയിരിക്കുന്നത് എന്താണ്? ഏത് മെറ്റീരിയലാണ് ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ ചെലവായിരിക്കുന്നത്? കൊറോണ നിപ്പ വന്നേക്ക സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കുറെ കാലം ഉപയോഗിച്ച ഒരു സാധനം ഏതാണ്? മാസ്ക് അല്ലെ? അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം നമുക്ക്, അല്ലെ? എങ്ങനെ പറയാൻ പറ്റും? നിശ്ചിത ഇടവേളയിൽ, ആ ഒരു ഇടവേളയിൽ മാത്രമല്ല അതിന് മൂല്യം ഉണ്ടായിരുന്നുള്ളൂ. കൊറോണ ടൈമിൽ മാത്രമല്ല മാസ്കിന് മൂല്യം ഉണ്ടായിരുന്നു. അപ്പൊ നിശ്ചിത ഇടവേളകളിൽ മാത്രം, ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഇടവേളകളിൽ മാത്രം പ്രാധാന്യമുള്ള വസ്തുക്കളാണ് എന്തിൽ വരുന്നത്? XYZ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് കേട്ടോ. മാസ്ക് എന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോടാ, ഒരു ഓർമ്മ കിട്ടും. അതായത് നിശ്ചിത ഇടവേളകളിലായിരിക്കും ഇതിന്റെ സ്റ്റോക്ക് മൂല്യം വരുന്നത്. ഓക്കെ, മാസ്കിന് ആ സമയത്ത് ആവശ്യം ഉണ്ടായിരുന്ന സമയത്ത് എന്താണ് ഏറ്റവും കൂടുതൽ XYZ ഏറ്റവും കൂടുതൽ മാസ്ക് എന്ന ഒരു വസ്തു അല്ലെങ്കിൽ PPE ആൻഡ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വരെ എന്താണ് ഏറ്റവും കൂടുതൽ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ചെയ്തിരുന്നത്. ഓക്കെ, നിശ്ചിത ഇടവേളകളിലായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് എന്തിൽ വരുന്നത്? XYZ വരുന്നത് കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ ലെറ്റേഴ്സ് മാത്രം സൂചിപ്പിക്കുന്നുണ്ടോ കേട്ടോ. നിശ്ചിത ഇടവേളകളിൽ കിട്ടുന്ന മെറ്റീരിയൽസ് ആയതുകൊണ്ടാണ് ഏറ്റവും ആൽഫബറ്റിക്സിൽ ഏറ്റവും ലാസ്റ്റ് ലെറ്റേഴ്സ് ആയിട്ട് അതിനെ സൂചിപ്പിക്കുന്നത്. അതിന്റെ എക്സ്പാൻഷൻ ഒന്നുമില്ല, XYZ തന്നെയാണ് അതിന് ഉൾപ്പെടുന്നത്. ഓക്കെ, then FSN. What is FSN? Conception to restrain purchase, fast moving, pattern or issue and scrap, slow moving from the stores on the way. നമ്മുടെ ഇൻവെന്ററിയില് ഏറ്റവും കൂടുതൽ പോകുന്ന സാധനങ്ങള്, അല്ലെങ്കിൽ ഒരു പാറ്റേണിൽ പോകുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ പഴയ സാധനങ്ങള്, അല്ലെങ്കിൽ ഒട്ടും മൂവ് ആവാതെ അല്ലെങ്കിൽ സ്ലോ മൂവി പോകുന്ന മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും അല്ലെ. നമ്മളിപ്പോ ഒരു കടയിൽ ചെന്ന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോകുന്ന രണ്ട് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഏറ്റവും നന്നായിട്ട് പോകുന്ന ഒരു നല്ല മെറ്റീരിയൽ ഉണ്ടാവും, പക്ഷെ അധികം മൂവ് ചെയ്യാത്ത മെറ്റീരിയൽ ഉണ്ടാവും, ഒട്ടും പോകാത്ത മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, ആരും വാങ്ങിക്കാത്ത തരത്തിലുള്ള മെറ്റീരിയലും ഉണ്ടായിരിക്കും അല്ലെ. കടകളിൽ പോവുകയാണെങ്കിൽ നമ്മള് ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് എന്ത്? FSN കൺസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഫാസ്റ്റ് മൂവിങ്, ദെൻ സ്ലോ മൂവിങ് ആൻഡ് സോറി N എന്തിനെ സൂചിപ്പിക്കുന്നു? FSN. F എന്താണ്? ഫാസ്റ്റ് മൂവിങ്. Then pattern or issue and scrap, slow moving. S എന്തിനെ സൂചിപ്പിക്കുന്നു? സ്ലോ മൂവിങ്. ആൻഡ് N എന്തിനെയായിരിക്കും സൂചിപ്പിക്കുന്നത്? N എന്തിനെ സൂചിപ്പിക്കുന്നു? നോ മൂവിങ് ഐറ്റംസ് ആണ് കേട്ടോ. നോ മൂവിങ് ഐറ്റംസ് ആണ്. നോ മൂവിങ് ഐറ്റംസ് അവിടെ എഴുതി വെക്കുക കേട്ടോ. നോ മൂവിങ് ഐറ്റംസ്. എന്താണ് നോ മൂവിങ് ഐറ്റംസ് എന്ന് പറയുന്നത്? ഒട്ടും മൂവ് ചെയ്യാത്ത, ഒട്ടും പോകാത്ത, അല്ലെങ്കിൽ ഇവിടെയിൽ നിന്ന് പോകാത്ത മെറ്റീരിയൽസിനാണ് എന്ത്? നോ മൂവിങ് ഐറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഹോസ്പിറ്റലിലെ മെറ്റീരിയൽസിന്റെ കാറ്റഗറീസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ക്ലാസിഫിക്കേഷൻ ആണ് FSN എന്ന് പറയുന്നത്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്, സ്ലോ മൂവ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതൊക്കെയാണ്, നോ മൂവ് ഉള്ള പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? പ്രൊഡക്റ്റിന്റെ മൂവിങ് അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നതാണ് FSN എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ?
Yes. Next, SGE. SGE. എന്താണ് SGE? Purchasing problem, lead time, scarce to attain in regard to analytics, difficult to get availability of the item, purchasing and easy to attain strategies. SGE എന്താണ്? S എന്തിനെ സൂചിപ്പിക്കുന്നു? S scarce. Scarce എന്ന് വെച്ചാൽ എന്താണ്? ദൗർലഭ്യം അല്ലെ? ദൗർലഭ്യമായിട്ടുള്ളത്. T എന്തിനെ സൂചിപ്പിക്കുന്നു? ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. E എന്താണ്? ഈസി ടു അറ്റൈൻ. S എന്തിനെ സൂചിപ്പിക്കുന്നു? സ്കേഴ്സ്. സ്കേഴ്സ് ദൗർലഭ്യം കേട്ടോ. നോട്ട് ചെയ്യാം. S for scarce and D for difficult, then E for easy to attain. അവിടെ തന്നെ എളുപ്പമുണ്ട്. എന്താ പറയുന്നത്? അതായത് SCD എന്ന് പറയുന്നത് തന്നെ ST എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലീഡ് ടൈമില്, ലീഡ് ടൈം അറിയാലോ, ലീഡ് ടൈമിനുള്ളില് പ്രോബ്ലംസ് അനുഭവപ്പെടുന്നതാണ് SCD എന്ന് പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് എസ് എന്ന കാറ്റഗറി എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും? ഈ പർച്ചേസിംഗ് അല്ല കേട്ടോ, പർച്ചേസിംഗ് പ്രോബ്ലംസ് വരുന്നത് അല്ലെ, പർച്ചേസിംഗ് പ്രോബ്ലംസ് വരുന്നതാണ് എന്ത്? SCD കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ അതില് എസ് എന്ന് പറയുന്നത് ഏറ്റവും ദൗർലഭ്യം അനുഭവപ്പെടുന്ന സ്റ്റോർ മെറ്റീരിയൽസ്, സ്റ്റോക്ക് ചെയ്താൽ വെക്കുന്ന സ്റ്റോക്ക് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് എന്തിൽ വരുന്നത്? എസ്സിൽ വരുന്നത്. ഓക്കെ, അഥവാ സ്കേഴ്സ്, അപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ ദൗർലഭ്യമുള്ള മെറ്റീരിയൽസുകൾ. ഡി എന്ന് പറഞ്ഞ എന്താണ്? ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് മെറ്റീരിയൽസ് കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കുറച്ച്, നമുക്ക് വിപണിയിൽ കുറവുള്ള ഐറ്റംസ് ഉണ്ടാവും അല്ലെ, കുറച്ച് കിട്ടാനായിട്ട് അല്ലെങ്കിൽ അബ്രോഡിൽ നിന്നൊക്കെ കൊണ്ടുവരേണ്ട സിറ്റുവേഷൻ വരുന്ന മെറ്റീരിയൽസുകൾ ഉണ്ട് അല്ലെ. ഓക്കെ, അതാണ് ഡിഫിക്കൽട്ട് മെറ്റീരിയൽസിൽ വരുന്നത്. ഇനി ഈസി ടു അറ്റൈൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലത്തുള്ള മെറ്റീരിയൽസ് ആണ്? ഈസി ടു അറ്റൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ്? നമുക്ക് പെട്ടെന്ന് ലഭ്യമാകുന്ന മെറ്റീരിയൽസ് അല്ലെ, പെട്ടെന്ന് തന്നെ നമുക്ക് ലഭ്യമാകുന്ന മെറ്റീരിയൽസുകളാണ് എന്തിൽ വരുന്നത്? ഈ അഥവാ ഈസി ടു മൂന്ന്. അപ്പൊ ഈ മൂന്നിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ST ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ദൗർലഭ്യമായിട്ട് കിട്ടുന്ന വസ്തുക്കള്, ഡിഫിക്കൽട്ട് ആയിട്ട് കിട്ടുന്ന വസ്തുക്കള്, പിന്നെന്താണ് ഈസി ടു അറ്റൈൻ കിട്ടുന്ന അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് അവൈലബിൾ ആവുന്ന വസ്തുക്കൾ എന്ന കാറ്റഗറിയിലാണ് STE ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഓക്കെ, മനസ്സിലായോ അത്? നെക്സ്റ്റ് ഗോൾഫ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഗോൾഫ് എന്നുള്ള വാക്ക് കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് ഗോൾഫ്? ഗവൺമെന്റ് ഓർഡിനറി ലോക്കൽ ഫോറിൻ പർച്ചേസ്. ഗവൺമെന്റ് ഓർഡിനറി ലോക്കൽ ആൻഡ് ഫോറിൻ പർച്ചേസ് ആണ് ഗോൾഫ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ക്ലാസിഫിക്കേഷൻ എന്താണ്? ഗോൾഫ് ആണ്. സോഴ്സ് ഓഫ് ദ മെറ്റീരിയൽ. അപ്പൊ സോഴ്സ് ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഗവൺമെന്റിൽ നിന്നാണോ, ഓർഡിനറി പർച്ചേസസിൽ നിന്നാണോ, ലോക്കൽ പർച്ചേസിൽ നിന്നാണോ, ഫോറിൻ പർച്ചേസസിൽ നിന്നാണോ ഈ മെറ്റീരിയൽ നമ്മളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് എന്തിൽ വരുന്നത്? ഗോൾഫിൽ വരുന്നത് കേട്ടോ. അതായത് ഗവൺമെന്റിൽ നിന്നുള്ള മെറ്റീരിയൽസ് ആണോ, ഓർഡിനറി മെറ്റീരിയൽസ് ആണോ, ലോക്കൽ മെറ്റീരിയൽസ് ആണോ, ഫോറിൻ പർച്ചേസ് മെറ്റീരിയൽസ് ആണോ, സോഴ്സ് ആണോ അവിടെ പറയുന്നത് അല്ലെ. സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് എന്തിനെ ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഗോൾഫ് എന്ന രീതിയിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്. Then SOS, seasonal, off-seasonal, seasonality of item to plan the purchase and storing strategies. SOS എന്ന് പറയുന്നത് എന്താണ്? സീസണൽ, ഓഫ് സീസണൽ. എന്താണ് ഓഫ് സീസണൽ? സീസണൽ എന്ന് പറയുന്നത് കുട വാങ്ങിക്കുന്നത് എപ്പോഴാണ്? കുട അംബ്രല്ല, കുട ഏത് സീസണിലാണ്? ഏത് സീസണിലൊക്കെ വാങ്ങിക്കും അല്ലെ. എങ്കിലും നമ്മൾ റെയിനി സീസൺസിലാണ് അല്ലെ, മഴ സീസണിലാണ് നമ്മൾ കുട വാങ്ങിക്കുന്നത്. ഓക്കെ, അങ്ങനെ സീസണിൽ വാങ്ങിക്കുന്ന മെറ്റീരിയൽസ്, സീസണൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അതേപോലെ തന്നെ ഓഫ് സീസണൽ, സീസൺ അല്ലാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അതായത് ഒരു വസ്തുവിന്റെ സീസണാലിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ആ വസ്തുക്കൾ, ആ മെറ്റീരിയൽസിനെ നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. മനസ്സിലായോ? ഒരു മെറ്റീരിയലിന്റെ സീസണാലിറ്റി അനുസരിച്ചിട്ടാണ് ആ മെറ്റീരിയലിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? SOS. യെസ്.
അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വെയിൻ. വെയിൻ എന്താണ്? വൈറ്റൽ ആൻഡ് നോർമൽ ഇമ്പോർട്ടൻസ് ഓഫ് പർച്ചേസ് ടു റിസ്ട്രെയിൻ എസെൻഷ്യൽ ഇമ്പോർട്ടന്റ് എക്യുപ്മെന്റ്സ്. വെയിൻ. വെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? വെയിൻ നമ്മുടെ വെയിൻ അല്ല കേട്ടോ. വൈറ്റൽ ആൻഡ് നോർമൽ പർച്ചേസ്, വൈറ്റൽ ആൻഡ് നോർമൽ മെറ്റീരിയൽസ് ആണ് ഇതിൽ വരുന്നത്. വെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഏറ്റവും എങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് അതിൽ വരുന്നത്? അതായത് നമ്മളിവിടെ ഓരോ മെറ്റീരിയൽസിന്റെയും ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടാണ് ഇവിടെ നമ്മള്, അതായത് ഒരു എക്യുപ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് മാത്രമാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഏറ്റവും സുപ്രധാനമായത് നോർമൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്ന രീതിയിലാണ് അതിനെ നമ്മൾ അവിടെ പർച്ചേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇത്രയുള്ളത് കേട്ടോ. മെയിൻ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണ്, നോർമൽ ആയിട്ടുള്ള ഏത് മെറ്റീരിയൽ ആണെന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തതാണ് എന്ത്, വെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റാം. റാം എന്താണ്? റിയലബിലിറ്റി, അവൈലബിലിറ്റി ആൻഡ് മെയിൻ്റനൻസ്. റാം ഫോർ ആർ ഫോർ റിയലബിലിറ്റി, then A for availability and M for maintenance. Reliability എന്താണ്? അതിന്റെ വിശ്വസ്തത. then availability എന്താണ്? അതിന്റെ ഇപ്പൊ നമ്മൾ സ്പെയർ പാർട്സിന്റെ ഒക്കെ ലഭ്യത എന്നൊക്കെ പറഞ്ഞില്ല. അവൈലബിലിറ്റി എന്താണ്? ലഭ്യത. then മെയിൻ്റനൻസ് എന്താണ്? റാം എന്ന മെറ്റീരിയലിലെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ്റനൻസിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ്. നമ്മളിപ്പോ ഓരോ എക്യുപ്മെന്റ്സിന് കുറെ മെറ്റീരിയൽസുകൾ സൂക്ഷിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ? സ്പെയർ പാർട്സുകൾ ഉണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്ന മെറ്റീരിയൽ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല. അതെല്ലാം ഉൾപ്പെടുന്നത് ഈ ക്ലാസിഫിക്കേഷന്റെ അകത്താണ് കേട്ടോ. ഓക്കെ, അപ്പോ then relies on services of the equipment to plan, purchase factors and functioning and the maintenance capacity of the equipment. റാം എന്ന് പറയുന്നത് ഏത് ക്ലാസിഫിക്കേഷൻസിൽ വരുന്നതാണ്? പ്രൊഡക്റ്റിന്റെ റിയലബിലിറ്റി അനുസരിച്ച്, അവൈലബിലിറ്റി അനുസരിച്ച്, മെയിൻ്റനൻസ് അനുസരിച്ചിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് എന്ത്? റാമിന്റെ അടിസ്ഥാനത്തിൽ ഐറ്റംസിനെ സ്റ്റോർ ചെയ്യുന്നതാണ് നമ്മൾ. അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? റിയലബിലിറ്റി, അവൈലബിലിറ്റി ആൻഡ് മെയിൻ്റനൻസ് എന്ന, അല്ലെങ്കിൽ റാം എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? റാം എന്താന്ന് മനസ്സിലായോ? ഓക്കെ, യെസ്. അല്ലെങ്കിൽ നമ്മള് ക്ലാസിഫിക്കേഷൻ പഠിക്കണം കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഇതൊക്കെ വരുന്നുണ്ട്. മെയിൻ ആയിട്ട് ഈ പേരുകളെങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക. ABC, BD ഇതിലൊക്കെ എന്തൊക്കെയാണ് അതിന്റെ എക്സ്പാൻഷൻസ് വരുന്നതെന്ന് ഓർക്കാം. HML എന്താണ്? HML പെട്ടെന്ന് കിട്ടും. ഹൈ ആയിട്ടുള്ളത്, മീഡിയം ആയിട്ടുള്ള, ലോ കോസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഓക്കെ, പിന്നെ ഗോൾഫ് എളുപ്പമാണ് പഠിക്കാനായിട്ട്. ഗോൾഫിന്റെ എക്സ്പാൻഷൻസ് ഓരോന്ന് നോക്കുക. SOS എളുപ്പമാണ് അല്ലെ? സീസണലും ഓഫ് സീസണൽ ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ എളുപ്പമാണ്. ഓക്കെ, ഇപ്പൊ റാമിന്റെ എക്സ്പാൻഷൻ നോക്കണം. റിയലബിലിറ്റി, അവൈലബിലിറ്റി ആൻഡ് മെയിൻ്റനൻസ്. നമ്മൾ നേരത്തെ പഠിച്ച കോഡിഫിക്കേഷനും ഈ ക്ലാസിഫിക്കേഷനും നന്നായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് നോക്കി തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കുന്നത് ABC അനാലിസിസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ABC അനാലിസിസ്, ABC ക്ലാസിഫിക്കേഷൻ, അതിന്റെ കുറച്ചുകൂടി എക്സ്പാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, ABCയിൽ മാത്രമുള്ള എക്സ്പാൻഷൻ. ബാക്കി ഒരു മെറ്റീരിയൽസുമായിട്ട് നമുക്ക് എക്സ്പാൻഷൻ ഇല്ല. റാം പറയണോ? റാം എന്താണ് പറഞ്ഞത്? ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ റിയലബിലിറ്റി, ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസുകൾ, അതിന്റെ അവൈലബിലിറ്റി ഉള്ള മെറ്റീരിയൽസുകൾ. അവൈലബിലിറ്റി മീൻസ് സ്പെയർ പാർട്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ട്. അതിന്റെ സ്പെയർസ് ഒക്കെ സൂക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ റാം എന്ന ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ളത്. ഇപ്പൊ ഓരോ എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് അതിന്റെയൊക്കെ സ്പെയർ പാർട്സുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഈ അവൈലബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. ആ ക്ലാസിഫിക്കേഷൻസിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? മെയിൻ്റനൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ, മെയിൻ്റനൻസ് കൊടുക്കേണ്ട കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. അതായത് ഒരു എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉണ്ടാവും. അതൊക്കെ എല്ലാം എന്തിലാണ് ഉൾപ്പെടുന്നത്? ഈ റാം എന്ന ക്ലാസിഫിക്കേഷന്റെ അകത്ത് വരുന്ന ഇൻവെന്ററി കൺട്രോളിനുള്ളിൽ വരുന്ന മെറ്റീരിയൽസുകളാണ് കേട്ടോ. അതായത് മെയിൻ്റനൻസ് കപ്പാസിറ്റി ഒക്കെ മെഷർ ചെയ്യുന്ന എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽസ് ആണ് റാമിന്റെ ഉള്ളിൽ വരുന്നത്.
Okay. Yes, മനസ്സിലായോ? Yes. ഇനി ABC analysis എന്താണ്? Maintain a proper control of inventories. Our techniques is used to ABC എന്ന് പറയുന്നത് then materials are categorized into 3 groups A, B and C according to the cost of the materials and money value of consumption. So ABC analysis, ABC വിശകലനം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സ്റ്റോക്കിന്റെ ശരിയായ നിയന്ത്രണം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ മെറ്റീരിയൽസും എയുടെ കീഴിൽ വരുന്നത്, ബിയുടെ കീഴിൽ വരുന്നത്, സിയുടെ കീഴിൽ വരുന്നത് പറഞ്ഞ് തരംതിരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച ക്ലാസിഫിക്കേഷൻ കൂടാതെ തന്നെ വരുന്നതാണ് ABC അനലൈസിസ് എന്ന് പറയുന്നത്. അതായത് കൂടെ പറയുന്നുണ്ട് മെയിൻറ്റെയിനിങ് പ്രോപ്പർ കൺട്രോൾ ഓഫ് ഇൻവെന്ററീസ് ആർ ടെക്നിക്സ് ഈസ് യൂസ്ഡ്. സോറി കേട്ടോ, ആറെന്നല്ല കേട്ടോ, ഇവിടെ ABC എന്നാണ് കേട്ടോ. ABC ടെക്നിക്സ് യൂസ്ഡ് എന്നാണ്. മെയിൻറ്റെയിൻ എ പ്രോപ്പർ കൺട്രോൾ ഓഫ് ഇൻവെന്ററീസ് ABC ടെക്നിക്സ് ഈസ് യൂസ്ഡ്. അതായത് നമ്മുടെ ഇൻവെന്ററീസ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ABC അനാലിസിസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഈ ABC അനാലിസിസ് പ്രകാരം നമ്മൾ മെറ്റീരിയലുകളൊക്കെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. A എന്നും B എന്നും C എന്നും ആണ് നമ്മള് മെറ്റീരിയൽസിനെ നമ്മള് തരംതിരിക്കുന്നത്. മാത്രമല്ല അതിന്റെ എന്തിന്റെ അടിസ്ഥാനത്തിൽ? അക്കോർഡിംഗ് ടു ദ കോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസ്. അതായത് വില കൂടിയ മെറ്റീരിയൽസ്, വില കുറഞ്ഞ മെറ്റീരിയൽസ്, ഏറ്റവും വില കുറഞ്ഞ മെറ്റീരിയൽസ് എന്ന രീതിയിൽ നമ്മള് ചീപ്പർ ക്വാളിറ്റി മെറ്റീരിയൽസ് എന്ന രീതിയിൽ 3 ആയിട്ട് നമ്മൾ അതിനെ അതിന്റെ വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? തരംതിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് കേട്ടോ. ABC അനാലിസിസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? പ്രോപ്പർ ആയിട്ട് ഇൻവെന്ററി കൺട്രോള് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ABC ചെയ്യുന്നത് അല്ലെ. അതിന്റെ പ്രകാരം നമ്മൾ ഇതിന് 3 ഗ്രൂപ്പായിട്ട് തരംതിരിക്കുന്നു. എയുടെ കീഴില്, ബിയുടെ കീഴില്, സിയുടെ കീഴിൽ എന്ന രീതിയിൽ നമ്മൾ ഇതിനെ തരംതിരിക്കുന്നു. അത്ര മനസ്സിലായോ? ഇനി നമുക്ക് A ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാമോ? എയുടെ കീഴിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? In whole of the inventory, there are few costly items which come under this group. In whole of the inventory, നമ്മുടെ മൊത്തം സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും വില കൂടിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് മെറ്റീരിയൽസ് വരുന്നത് ഏത് ഗ്രൂപ്പിലാണ്? A ഐറ്റംസിലാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും വില കൂടിയ മെറ്റീരിയൽ ഉൾപ്പെടുന്നത് ഏതിലാണ്? എയിലാണ് കേട്ടോ. ഏറ്റവും വില കൂടിയ മെറ്റീരിയൽസ് ഉൾപ്പെടുന്ന ഏതിലാണ്? A കാറ്റഗറിയിലാണ്. അങ്ങനെ പഠിക്കാട്ടോ. ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് വരുന്നത് എയിലാണ്. ഓക്കെ, പക്ഷെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടാവോ? വില കൂടിയ മെറ്റീരിയൽസ് കുറവായിരിക്കും, നമ്പർ കുറവായിരിക്കും, ക്വാണ്ടിറ്റി കുറവായിരിക്കും. ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽസ് കൂടുതലുണ്ട്, ക്വാളിറ്റി കൂടുതലായിരിക്കും, പക്ഷെ ക്വാണ്ടിറ്റി അവിടെ കുറവായിരിക്കുള്ളൂ അല്ലെ. എന്തുകൊണ്ടാണ്? കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ. ഓക്കെ, യെസ്. നമുക്ക് നോക്കാം. These items may not be more than 10% of the total. These items may not be 10 total items, but consume about 70% of the total budget. ഇനി ഈ ഐറ്റംസിന്റെ കീഴിൽ വരുന്ന പ്രത്യേകത എന്തോ താഴെ വിടാം കേട്ടോ. Okay. These items may not be more than 10% of the total items, but consume about 70% of the total budget. ഇനി നമ്മൾ പറഞ്ഞത് കോസ്റ്റ്ലി ഐറ്റം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രത്യേകത എന്താണ്? മൊത്തം ഐറ്റംസിലെ 10% മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരിക്കുള്ളൂ അല്ലെ. ഇനി അതിന്റെ 70% എന്താണ്? ടോട്ടൽ ബഡ്ജറ്റിന്റെ 70% എന്തായിരിക്കും? അബൌവ് 70. അതായത് നമ്മൾ ഈ കോസ്റ്റ്ലി ഐറ്റംസ് വാങ്ങിച്ചാലും എത്ര പെർസെന്റേജ് മാത്രമേ ഇതിന്റെ ഐറ്റംസ് ഉൾപ്പെടുന്നുള്ളൂ? 10% അല്ലെ. 10% മാത്രമേ വില കൂടിയ ഐറ്റംസ് മെറ്റീരിയൽസിൽ വരുന്നുള്ളൂ. ഓക്കെ, സോ നീഡ് പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ്. അപ്പൊ ഇത്ര വില കൂടി ഇത്ര പെർസെന്റേജ് മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മള് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം? വില കൂടിയ ഐറ്റംസ് നമ്മൾ വളരെ പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ഓവർ സ്റ്റോക്കിംഗ് ഈസ് അവോയ്ഡഡ്. ഓൺലി നെസസറി ക്വാണ്ടിറ്റീസ് ഓഫ് ദീസ് ഇൻവെന്ററീസ് ആർ പർച്ചേസ്ഡ് ആൻഡ് സ്റ്റോക്ക്. ഇനി
ഓവർ സ്റ്റോക്ക്, ഇത് നമുക്ക് ഓവർ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുമോ? വില കൂടിയ ഐറ്റംസ് ഓവർ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുമോ? ഒരു നിശ്ചിത ക്വാണ്ടിറ്റീസിൽ മാത്രമേ നമുക്ക് വില കൂടിയ മെറ്റീരിയൽസുകൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതായത് ആവശ്യമായിട്ടുള്ള അളവിൽ നമുക്ക് ക്വാണ്ടിറ്റീസിൽ മാത്രം ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എ ഐറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ലോ കോസ്റ്റ് കൂടിയ ഐറ്റംസ് ആണ്, മെറ്റീരിയൽസ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, നമ്മളുടെ മൊത്തത്തില് അതായത് 10% മാത്രമാണ് ഈ ഒരു ഐറ്റംസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതിനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ്, ഇതിന് ഓവർ സ്റ്റോക്കിംഗ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപാട് മെറ്റീരിയൽസ് വാങ്ങിക്കാനായിട്ട് അത് എന്തുകൊണ്ടാണ്? വില കൂടിയ ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇത് വാങ്ങിച്ചു വെക്കാനായിട്ടും സാധിക്കുന്നത്. ഓക്കെ, എ കാറ്റഗറിയിൽ വരുന്നത് കോസ്റ്റ്ലി ഐറ്റംസ് ആണ്. ബി കാറ്റഗറിയിൽ വരുന്നത് എന്തായിരിക്കും? ബി കാറ്റഗറിയില് item under this group are neither costly or cheap. ഇങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും ബിയിൽ വരുന്നത്. ഒരുപാട് കോസ്റ്റ്ലിയും അല്ല എന്നാൽ ഒരുപാട് ചീപ്പും അല്ലാത്ത രീതിയിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കും ബി ഐറ്റംസ്. രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്നത് അല്ലെ. ഒരുപാട് വിലയും കൂടുതലല്ല എന്നാൽ ഒരുപാട് വില താഴെയായിട്ട് വരുന്നില്ല. ഇങ്ങനെ ഇതാണ് കോസ്റ്റ്ലി ഓർ ചീപ്പിലായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ബി ഐറ്റംസ്. Then these items constitute 20% of the total quantity of the inventories. എന്താ പറയുന്നത്? These items constitute 20% of the total quantity of the inventories എന്നാണ് പറയുന്നത്. എന്താണ്? അതായത് ടോട്ടൽ ക്വാണ്ടിറ്റീസ് ഓഫ് ഐറ്റം എന്ന് പറയുമ്പോൾ എന്താണ്? 100% ഉണ്ടാവും അല്ലെ. 100% ആണെങ്കിൽ അതിന്റെ 20% ആയിരിക്കും എന്തുണ്ടായിരിക്കുക? ബി ഐറ്റംസ് ഉണ്ടായിരിക്കുക അല്ലെ. അതിപ്പോ നമ്മുടെ ഫുൾ 100% നോക്കുകയാണെങ്കിൽ 20% മാത്രമായിരിക്കും എന്തുണ്ടായിരിക്കുക? ബി ഐറ്റംസ് ഉണ്ടാവുക. മനസ്സിലായോ? These items constitute 20% of the total quantity of the inventories. 20% of the total expenditure of the inventories. എന്താ പറയുന്നത്? 20% of total expenditure of the inventory. ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ 20% ആയിരിക്കും എന്തുണ്ടായിരിക്കുക? ബി ഐറ്റംസും ഉണ്ടായിരിക്കും. അപ്പൊ ഒട്ടും കോസ്റ്റ് കൂടുതലല്ല, ഒട്ടും കോസ്റ്റ് കുറവല്ലാത്ത രീതിയിൽ ചീപ്പർ ആയിട്ടുള്ള റേറ്റിൽ വരില്ല. രണ്ടിന്റെ മീഡിയത്തിൽ നടുക്ക് നിൽക്കുന്ന രീതിയിലാണ് ബി ഐറ്റംസ് മെറ്റീരിയൽസ് വരുന്നത്. ഓക്കെ, മനസ്സിലായത്? ഇനി സി ഐറ്റംസ് എന്താണ്? സി ഐറ്റംസ്. These items are comparatively cheaper in cost and representing 70% of the total quantity of the inventories. 10% of the total expenditure of inventories. C item എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ്? വളരെ ചിലവ് കുറഞ്ഞ ചീപ്പർ ആയിട്ടുള്ള ഐറ്റംസ് ആണ് സി ഐറ്റംസിലുള്ളത് അല്ലെ. അതായത് നമ്മുടെ ഒരു ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ 70% അടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? സി ഐറ്റംസിലാണ് വരുന്നത് അല്ലെ. അപ്പൊ ഏറ്റവും ചിലവ് കുറഞ്ഞ ചീപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അതിൽ വരുന്നത്. അത് മാത്രമല്ല നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ 70% മാത്രമാണ് എത്തുള്ളത് സി ഐറ്റംസ് ആണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി പിന്നെന്താണ്? 10% ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ഇൻവെന്ററീസ് അല്ലെ. ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ 10% എന്താണ്? ഇൻവെന്ററീസ് നോക്കുകയാണെങ്കിൽ അത് സി ഐറ്റംസ് ആണ് 10% നമ്മൾ കാണുന്നത്. ഓക്കെ, യെസ്. സി എന്ന് പറയുന്നത് ചീപ്പർ കോസ്റ്റ് ഐറ്റംസ് ആണ്. ബി എന്ന് പറയുന്നത് രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്നതാണ്. എ എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ്ലി ഐറ്റംസ് ആണ്. ഓക്കെ, മനസ്സിലായോ അത്? ഇനി നമ്മൾ ഇങ്ങനെ ഇതിലേക്ക് ക്ലാസിഫൈ ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും ഗുണമുണ്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതുകൊണ്ട്? എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് advantages നോക്കാം. Investment in inventories can be regular and fund can be utilized in a best possible manner. അല്ലെ, നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മുടക്കുന്ന പണം ഒരു കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പണം നമുക്ക് നല്ല രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് പറ്റും അല്ലെ. അതായത് എ കാറ്റഗറിയിലും ബി കാറ്റഗറിയിലും സിയിലും വരുന്ന മെറ്റീരിയൽ അനുസരിച്ചിട്ട് അത്തരം തരത്തിൽ മാത്രം നമുക്ക് നിയന്ത്രിച്ചാൽ മതി. പണം ആ ഒരു രീതിയിൽ മാത്രം യൂട്ടിലൈസ് ചെയ്താൽ മതി അല്ലെ. ഓക്കെ,
പിന്നെ അതൊരു ഗുണം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് കോസ്റ്റ്ലി മെറ്റീരിയൽ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് എണ്ണം വാങ്ങിക്കേണ്ടി വരുന്നില്ല അല്ലെ. കോസ്റ്റ്ലി മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണങ്ങൾ വാങ്ങിക്കേണ്ടി വരുന്നില്ല. അങ്ങനെ അത് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെന്താ പറയുന്നത്, സയന്റിഫിക് ആൻഡ് സെലക്റ്റീവ് കൺട്രോൾ ഹെൽപ്സ് ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് ദാറ്റ് ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേറ്റ്. Scientific and selective control helps in the maintenance of the high stock turnover rate. എന്താ പറയുന്നത്, നമുക്ക് ഉയർന്ന സ്റ്റോക്ക് വരാതെ, നമ്മൾ കുറെ സാധനങ്ങളെ കെട്ടിക്കിടക്കുന്ന സിറ്റുവേഷൻ വരാതെ ആവശ്യാനുസരണം നമുക്ക് ഏതൊക്കെ എയും ബിയും സിയിലും വെച്ചിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ അനലൈസ് ചെയ്ത് ഹൈ സ്റ്റോക്ക് വരാതെ തന്നെ നമുക്ക് അതിനെ നിയന്ത്രിക്കാനായിട്ട് ABC അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കും അല്ലെ. ഓക്കെ, അതായത് സയന്റിഫിക് ആയിട്ടുള്ള മെറ്റീരിയൽസിന് മാത്രം തിരഞ്ഞെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമ്മളത് സഹായിക്കുന്നത്. Then it helps in maintaining enough stock. It helps in maintaining enough. ആവശ്യത്തിലധികമുള്ള സ്റ്റോക്കുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ABC അനാലിസിസ് സഹായിക്കുന്നു. അതായത് ABC അനാലിസിസിലൂടെ എന്താണ് സ്റ്റോക്കുകളുടെ എണ്ണം നമുക്ക് കൃത്യമായിട്ട് നിയന്ത്രിക്കാം. സ്റ്റോക്ക് ഇങ്ങനെ നിയന്ത്രിക്കാൻ മാത്രമേ നമുക്ക് എന്താണ് ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കുള്ളൂ. അതെ, ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തത് നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ, പ്രത്യേകിച്ച് മെറ്റീരിയൽസ് മാനേജ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലയബിലിറ്റിക്ക് അത് കാരണമായിരിക്കും. ഓക്കെ, ABC അനാലിസിസ് മെറ്റീരിയൽസ് മാനേജ്മെന്റിലുള്ളത് ഏറ്റവും അഭികാമ്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പല രീതിയിൽ നിയന്ത്രിക്കാനായിട്ട്, സ്റ്റോക്കുകൾ നിയന്ത്രിക്കാനായിട്ട് ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സാധിക്കും. ഓക്കെ, മനസ്സിലായോ അഡ്വാൻറ്റേജസ്? മനസ്സിലായോ? ക്ലിയർ? മതിയോ? ഇത്ര മതിയൊന്ന്. അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ചാപ്റ്റർ തീരുമായിരിക്കും കേട്ടോ. ഓക്കെ, ഇച്ചിരി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണോട്ടെ ഇത്. ഓക്കെ, താങ്ക് യു. Thank you. Have a nice day. നിങ്ങൾ ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തോളൂ ആരെങ്കിലും? ഫോർത്ത് മൊഡ്യൂള് തുടങ്ങിയോ? നാലാമത്തെ മൊഡ്യൂളിലത്തെ ചാപ്റ്ററുകൾ തുടങ്ങിയോ നിങ്ങൾക്ക്? ഏതാണ് തുടങ്ങിയത് ലക്ഷ്മി? ലക്ഷ്മി ഏതാണോ, ഏത് ചാപ്റ്റർ ആണോ തുടങ്ങിയത്? ഓക്കെ ഓക്കെ ഓക്കെ, ശരി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.